ഹലോ. ഇപ്പം എല്ലാവരും ഓൾമോസ്റ്റ് നല്ല നോൽമ്പിലായിരിക്കും, 41 ദിവസത്തെ വ്രതത്തിലായിരിക്കും. വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ശബരിമലയ്ക്ക് പോവാത്തവരായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കടായി ചിക്കൻ, പക്ഷേ ചിക്കൻ വെച്ചിട്ടല്ല, നമുക്ക് ചേന വെച്ചിട്ടൊരു കടായി ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചേന ഞാതാ നമ്മളെ ചിക്കനെ പോലെയൊക്കെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആക്കിയിട്ട് കുഴച്ച് വെക്കാം, നല്ല കുട്ടപ്പന്മാരായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആവശ്യമുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കുറച്ചുകൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒറ്റ കൈ കൊണ്ട് ഫോണും പിടിക്കുന്നുണ്ട്, കൂടെ അതും കൂടി ഇടുന്നുണ്ട് ഇത്തിരി ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ ഞങ്ങൾ ക്ഷമിക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഓപ്ഷണലാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വിനീഗറില്ലേ അതൊഴിച്ചാലും മതി കേട്ടോ. കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഒരു പുളിക്ക്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം. ചേനയാണ്, കൈ ചൊറിയും, സോ സേഫായിട്ട് കുഴയ്ക്കുക. ഓക്കെ, നമുക്ക് കുഴയ്ക്കാം, നന്നായിട്ട് മിക്സ്. നന്നായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുട്ടവന്മാരെ ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം, റെസ്റ്റ് എടുക്കട്ടെ, റെസ്റ്റ്. ഓക്കെ, ഇനി ഒരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ളത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെസ്റ്റ് എടുക്കാൻ മാറ്റി വെച്ചവരെ വെളിച്ചെണ്ണയിപ്പിച്ച് അതിനിതിലേക്ക് ഇട്ട് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ആവേണ്ട, ഒരു സെമി കുക്കായ, ഒരു പാതി വേവൊക്കെ ആയ സമയത്ത് തന്നെ അതിനെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള സെറ്റ്സും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു ചെറിയ സൈസ് ആയതുകൊണ്ടാണ് 4 ഉള്ളി എടുക്കേണ്ടി വന്നത്. എന്നിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ, നമുക്കറിയാലോ കടായിക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, നല്ലോണം അത് വഴണ്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കടായിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചേന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നമുക്ക് വേണ്ട വെള്ളം, നമ്മൾ ഏത് കൺസിസ്റ്റൻസിയിലാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് ചേനയിലേക്ക് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ചേനേൻ്റെ കടായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മളുടെ ചേനേൻ്റെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയാം. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചാനൽ. അപ്പം ഇപ്പം തന്നെ പോയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.